യേശുവിൽ പ്രിയ സഹോദരരെ, ഇന്ന് നാം ശ്രവിക്കുന്ന തിരുവചനം വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള തിരുവാക്യങ്ങളാണ്. മാതൃകയും ഉപദേശവും. ഞാൻ പഠിപ്പിച്ച സത്യങ്ങളും എൻ്റെ ജീവിത രീതിയും ലക്ഷ്യവും വിശ്വാസവും ക്ഷമയും സ്നേഹവും സ്ഥൈര്യവും നീ അറിഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ സഹിച്ച പീഡനങ്ങളും കഷ്ടപ്പാടുകളും അന്ത്യോക്യായിലും ഇക്കോണിയത്തിലും ലിസ്ത്രായിലും എനിക്ക് സഹിക്കേണ്ടി വന്ന മർദ്ദനങ്ങളും നീ മനസ്സിലാക്കിയിട്ടുണ്ട്. അവയിൽ നിന്നെല്ലാം കർത്താവ് എന്നെ രക്ഷിച്ചു. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. അതേസമയം ദുഷ്ടരും കപടനാട്യക്കാരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അടിക്കടി അധപ്പതിക്കും. എന്നാൽ നീ പഠിച്ചിട്ടുള്ളതും ഉറപ്പായി വിശ്വസിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചതെന്നോർത്ത് അവയിൽ സ്ഥിരമായി നിൽക്കുക. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വചനങ്ങൾ, വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചിട്ടുള്ളതാണല്ലോ. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നന്മ പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഇന്ന് കേട്ട ഈ തിരുവചനത്തില് പൗലോസ്ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്, നമുക്ക് മാതൃക കാണിച്ചു തരികയാണ്. ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയൊക്കെയാണ് ദൈവവചനത്തെ സമീപിക്കേണ്ടത്, ഒരു സാധാരണ മനുഷ്യന് ലഭിക്കാവുന്ന പീഡനങ്ങൾ ഏതു വിധമാണ്, അത് സഹിച്ചാൽ ലഭിക്കുന്ന ഉപകാരങ്ങളെക്കുറിച്ചും ഇത് വ്യക്തമാക്കുകയാണ്. വിശുദ്ധ ലിഖിതം ദൈവനിവേശിതമാണ് എന്നാണ് ഒരു പ്രബോധനം. അവ നമ്മെ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ഈ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളുടെ ജീവിതം ഭാസുരമാക്കാൻ ശ്രമിക്കാം. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ആത്മാർത്ഥമായി സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.